അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് വണ്ടിയാണ്. 2000 കിലോമീറ്റർ ഓടിയ നമ്മുടെ ഇലക്ട്രിക് വണ്ടിയുടെ ഒരു റിവ്യൂ ആണ്, യൂസർ റിവ്യൂ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടി നീല കളറാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മുടെ വണ്ടിയുടെ പേര് നമ്മൾ ഒരു ഇലക്ട്രിക് ആണെന്നറിയാൻ വേണ്ടി ഒരു ഇലക്ട്രിക് മാൻ എന്നൊരു പേരും എഡിഷൻ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് പോയേക്കാം. നമ്മുടെ വണ്ടി കമ്പനി വന്ന മോഡലിൽ കിടക്കുകയാണ്. നമ്മൾ ചെറിയ മോഡിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററൊക്കെ നമ്മളൊരു ക്രോം ഫിനിഷിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ സൈഡ് പടുത നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിലൊരു EV ബോയ് എന്നൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് നമുക്ക് നോക്കാം. നമ്പർ പ്ലേറ്റ് നമ്മൾ ബോക്സ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ മ്യൂസിക് സിസ്റ്റം ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്തു നിന്നുള്ള വ്യൂ. കമ്പനി നമുക്കൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ചെറിയ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വയറൊന്നും കട്ട് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ചാർജർ ഹോൾഡറിലോട്ടാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തട്ട് ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലെ കമ്പി മാറ്റി സ്റ്റീൽ കമ്പി ആക്കിയിട്ടുണ്ട്. സീറ്റൊന്നും ചെയ്തിട്ടില്ല. സീറ്റൊക്കെ കമ്പനി വന്ന് കിടക്കുക. ഇന്നർ നമ്മൾ 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. സൈഡൊരു പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് ഫുള്ള് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഡോറൊക്കെ ഉണ്ട്. 2 സൈഡിലും ഡോറുണ്ട്. ഈ സൈഡിലെ ഡോർ നമ്മൾ ഓപ്പൺ ആക്കാം. അപ്പുറത്തെ സൈഡിലെ ലോക്ക് ആക്കിയേക്കണം. അവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വശം വരുമ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. നമ്മുടെ വണ്ടിയുടെ ബൈക്കിൻ്റെ നെയിം നീലി എന്നാണ്. ഇവിടെ താഴെ ഒരു ക്രോമിൻ്റെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. ഗോഗോ. നമ്മുടെ വണ്ടി റേഞ്ച് കാണിക്കുന്നത് 152 1 പോയിൻ്റ് ചാർജ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കുത്തിയിട്ടതിൻ്റെ ബാലൻസാണ്. നമ്മുടെ വണ്ടി 2114 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ട്രിപ്പ് മീറ്റർ ഉണ്ട്. പിന്നെ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് കാണിക്കും. പിന്നെ റേഞ്ചാണ് കാണിക്കുന്നത്. 152 നമുക്കിപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. ഒരു ചാർജ് കുറവ്. ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഉണ്ട്. പിന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോഗോയുടെ മോട്ടർ റൂം. ഇവിടെ ഒരു സ്റ്റെപ്പിനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജാക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിനിയുടെ മണ്ടയ്ക്കൊരു പ്ലാസ്റ്റിക്കാണ്. ഇതിനകത്തിലാണ് നമ്മുടെ ചാർജർ ഇരിക്കുന്നത്. സേഫായിട്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ കുറേ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ECM ഒക്കെ കാണാം. ടോട്ടലി ഇതാണ് ഇതിൻ്റെ രൂപം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ മോട്ടർ. ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. നമ്മൾ താക്കോൽ തിരിക്കുമ്പോൾ തന്നെ വണ്ടി ഓണാണ്, സ്റ്റാർട്ടിങ് ആണ്. നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേക്കുന്നതുകൊണ്ട് ന്യൂട്രലാകുന്നുണ്ട്. ഇനി നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നേരെ ഡിയിലോട്ടിട്ടാൽ വണ്ടി ഡ്രൈവ് മോഡാവും. ഡ്രൈവ് മോഡിലിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. ഇനി നമ്മൾ നേരെ റിവേഴ്സ് ഇട്ടാൽ വണ്ടി റിവേഴ്സ് പോവും. ഈ കൊടുത്തേക്കുന്നത് നമുക്ക് കയറ്റമൊക്കെ കയറാൻ നേരമാണ്. ഈ DL കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ ആവും. അപ്പോൾ നമുക്ക് കയറ്റം കയറാൻ വേണ്ടി ന്യൂട്രൽ ആക്കിയാൽ ന്യൂട്രൽ. പിന്നെ നമുക്ക് ഇവിടെ ഒരു വൈപ്പർ. പിന്നെ ഇതാണ് ലൈറ്റ് അന്യ വെട്ടമാണ്. ഒരു രക്ഷയില്ല. രാത്രി നല്ല ക്ലിയറായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഓണാണ്. പകലായതുകൊണ്ടാണ് ആ വെട്ടം കിട്ടാതെ. രാത്രി നല്ല വെട്ടമാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ വ്യൂ. നമ്മുടെ വണ്ടിക്ക് വില വന്നേക്കുന്നത് 3,42,000 രൂപയാണ് നമുക്ക് ഓൺ റോഡ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ 2 മാസമായി. നമുക്ക് 2 മാസത്തെ കറണ്ട് ബില്ല് വന്നേക്കുന്നത് വെറും 2,200 രൂപയാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചത് എല്ലാം കൂടെ ഉൾപ്പെടെ 2,200 രൂപയാണ് നമുക്ക് മൊത്തത്തിൽ വന്നേക്കുന്നത്.